ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ അമ്മയോട് നമ്മളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സമർപ്പണം വഴി ഈശോ നമ്മളിൽ നിറയാനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഈ നാളുകൾക്കിടയിൽ തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ അനുസ്മരണവും നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാം? പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിൽ നമ്മൾ ദർശിക്കുന്നത് ഉണ്ണിയായ യേശുവിനെ പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും കൂടെയാണ്. അപ്പോൾ ഞാൻ എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പോഴെല്ലാം ഈശോ അമ്മയോടൊപ്പമുണ്ട്. ഈശോ എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴെല്ലാം അമ്മ ഈശോയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവും തമ്മിലുള്ള അഗാധമായ ബന്ധം. ഈ അഗാധമായ ബന്ധം നമ്മുടെ ജീവിതത്തിലും അമ്മയും ഈശോയും തമ്മിലുള്ള ബന്ധം നമ്മളെയും ഈശോയോടും അമ്മയോടും ചേർത്ത് അടുപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. കാരണം നമ്മൾ കാണുന്നത് ആട്ടിടയർക്ക് ദൈവിക ദർശനം കിട്ടി, അവർ ഉണ്ണിയായ യേശുവിനെ അമ്മയോടൊപ്പം കണ്ട് ആരാധിച്ചു എന്നുള്ളതാണ്. ജ്ഞാനികളും ഉണ്ണിയായ യേശുവിനെ അമ്മയോടും പിതാവായ യോസേപ്പ് പിതാവിനോടും ചേർന്ന് ആരാധിച്ചുവെന്ന് വചനത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഈ ക്രിസ്മസും ഈ വിമലഹൃദയ പ്രതിഷ്ഠാ ദിനങ്ങളുമെല്ലാം ദൈവത്തിനെ ആരാധിക്കാനുള്ള ഒരു സമയമായി കൂടെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ചേർന്ന് ജപമാല മണികൾ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഉണ്ണീശോയുടെ തിരുനാള്, ക്രിസ്മസ് ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് ഈശോ ജനിക്കണമെന്ന്, ഞാനും നീ ഈശോയുടേതായി മാറണമെന്ന് മാത്രമാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുക. അതിനായിട്ടാണ് നമ്മൾ 7 പുണ്യങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പുണ്യങ്ങളിലൂടെ എല്ലാം ഈശോ നമ്മൾ ജനിക്കണം. നമ്മുടെ കണ്ണുകളിൽ ഈശോ നിറയാൻ, നമ്മുടെ ചിന്തകളിൽ ഈശോ നിറയാൻ ഒക്കെയാണ് ഓരോ പുണ്യങ്ങളും നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ഒരു തിരുനാള് ആഘോഷിക്കുക. ഈ വിമലഹൃദയ പ്രതിഷ്ഠാ ദിനങ്ങളിൽ ഈ തിരുനാള് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള് തന്നെയാണ്. രക്ഷകനായി സ്വർഗം ഈശോയെ ഭൂമിയിലേക്ക് തന്നതിന്റെ വലിയൊരു അനുസ്മരണം കൂടിയാണ്. അപ്പോൾ രക്ഷകനായ ഈശോയെ എന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ അവന്റെ രക്ഷ അനുഭവിക്കാനായിട്ട് എന്നെ സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മ. അത് തന്നെയാണ് നമ്മൾ അമ്മയുടെ ജീവിതത്തിൽ കാണുക. ഈശോ രക്ഷകനായ ഭൂമിയിൽ അവതരിച്ചു, അവൻ തന്റെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് 3 വർഷക്കാലം ഈശോ തിരുവചനങ്ങളിലൂടെ എല്ലാം അവരെ പഠിപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വചന പ്രബോധനങ്ങളും അവരെ പഠിപ്പിച്ചു. ഈശോയുടെ പീഡാനുഭവത്തിന് ശേഷം, അവന്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാര് ആ കൂട്ടായ്മയുടെ ഐക്യം മറന്ന് ഭയചകിതരായി തങ്ങളുടേതായ ജോലി മേഖലകളിലൂടെയൊക്കെ അവർ കടന്നു പോവുകയാണ്. ആ അവസരത്തിലാണ് പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. പരിശുദ്ധ അമ്മ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി അമ്മ പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അമ്മ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരിലാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതത്തില് രക്ഷകനായ യേശുവിനോട് ചേർന്നിരിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. എത്രമാത്രം ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ഈശോ എന്നെ രൂപപ്പെടുകയാണ്. അത്രമാത്രം പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രമാണ് സ്വർഗത്തിന്റെ സ്നേഹം എന്നിൽ ആവസിക്കുന്നത്. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ അത്രമാത്രമാണ് പിതാവിന്റെ സ്നേഹവും പുത്രന്റെ വലിയ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാം നമ്മളിലേക്ക് നിറയുന്നത്. അപ്പോൾ ഈ തൃത്വൈക കുടുംബത്തിലെ അംഗമാണ് പരിശുദ്ധ അമ്മ. നമുക്കതറിയാം. പിതാവിന്റെ പ്രിയപുത്രി, ഈശോയുടെ അമ്മ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി. അങ്ങനെയാണെങ്കിൽ ആ അമ്മയോട് ചേർന്ന് ഞാനും നീയും ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സ്വർഗം എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചതെന്ന് ചോദിച്ചാൽ എന്നെയും നിന്നെയും തൃത്വൈക കുടുംബത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കൂടിയാണ്. അത് ഞാനും നീയും മറക്കേണ്ടതില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ വലിയ കരുതലുള്ള സ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാനും നിങ്ങളും അമ്മയുടെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അറിയാൻ പറ്റും എത്രമാത്രമാണ് ഈശോ നമ്മൾ ഗുരുവാകാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതെന്ന്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ നമ്മുടെ രക്തകണ്ണുനീർ ജപമാല. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്റെ പരിശുദ്ധ അമ്മ ചിന്ത രക്തകണ്ണുനീർ കണങ്ങളെ കരുണയോടെ വീക്ഷിച്ച് എന്റെ യാചന സ്വീകരിക്കണമേ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചത് പരിശുദ്ധ അമ്മയാണ്. കാരണം അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ജന്മം കൊണ്ടത്. അമ്മയുടെ കരങ്ങളിലാണ് ഈശോ പിറന്നു വീണത്. അമ്മയുടെ മുലപ്പാലാണ് ഈശോ കുടിച്ചത്. അമ്മയുടെ കരം പിടിച്ചാണ് ഈശോ നടന്നത്. അമ്മയാണ് ഈശോയ്ക്ക് സങ്കീർത്തനങ്ങൾ പറഞ്ഞു കൊടുത്തത്. യഹൂദ നിയമങ്ങൾ ഈശോയെ പഠിപ്പിച്ചതും അമ്മ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അമ്മയെ പിരിഞ്ഞ് ഈശോയ്ക്കൊരു ജീവിതമില്ല.
പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ ഈ അമ്മയെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ ജീവിതം ഈശോയോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പുൽക്കൂട്ടിലെ ഈശോയെ ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അമ്മയൊപ്പം ഉണ്ടാവട്ടെ. അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ നമുക്ക് പറ്റട്ടെ. യേശുപിതാവിനോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ പറ്റട്ടെ. ദൈവാരാധനയുടെ മക്കളായിട്ട് നമ്മൾ മാറണം. അതാണ് സ്വർഗം ആഗ്രഹിക്കുക. കാരണം പരിശുദ്ധ അമ്മ ദൈവത്തെ ആരാധിച്ചവളാണ്. 13-ാമത്തെ വയസ്സില് പരിശുദ്ധ അമ്മ ചെറുപ്രായം മുതൽ ദേവാലയത്തിലാണ്. 13-ാമത്തെ വയസ്സിലാണ് അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ദൈവത്തെ ആരാധിച്ച് ദേവാലയത്തോട് ചേർന്നുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പോഴും ദൈവത്തോടൊപ്പമാണ് അമ്മയുടെ ജീവിതം. അപ്പൊ നമുക്കും നമ്മുടെ ജീവിതം ദൈവാരാധനയുടെ ജീവിതമാക്കി മാറ്റാനും കൂടി പരിശുദ്ധ അമ്മ ഈ ക്രിസ്മസ് ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അമ്മ ഈശോയെ ആരാധിച്ചു. അമ്മ ഈശോയെ കൈകളിലെടുത്ത് ചുംബിച്ചപ്പോഴും ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനും നിങ്ങളും ഈ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കണ്ട് എടുത്ത് ചുംബിച്ച് ആരാധിക്കുമ്പോൾ ഈശോയെ ആരാധിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കണം. ആരാധനയുടെ ഒരു മനോഭാവം കൂടി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ. അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോയെ, ഈ ക്രിസ്മസ് ദിനത്തില് അതിനുള്ള വലിയ കൃപയും സാന്നിധ്യവും ശക്തിയും എന്റെ ജീവിതത്തോട് നീ ഒന്ന് ചേർത്ത് വെക്കണമേ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള വലിയ സന്തോഷത്തിന്റെ ക്രിസ്മസ് കൂടിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.